ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. ഇപ്പോൾ മാമ്പഴത്തിൻ്റെയൊക്കെ സീസണാണല്ലോ അല്ലേ. അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ മാമ്പഴം കിട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കിയെടുക്കാം ഇന്ന്. അപ്പോൾ അതിനായിട്ട് ഞാൻ നാടൻ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ അങ്ങ് അടർത്തി എടുക്കുന്നുണ്ട്. ആദ്യം മാങ്ങ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് കേട്ടോ. എന്നിട്ടാണ് നമ്മൾ തൊലി ഒരു പാത്രത്തിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ആ തൊലി കൊണ്ട് നമുക്കൊരു കാര്യമുണ്ട് കേട്ടോ. അപ്പോൾ മാമ്പഴം കംപ്ലീറ്റ് നമ്മൾ തൊലി കളഞ്ഞു വെച്ചു. ഇനി ഈ ഒരു തൊലിയിലേക്ക് അല്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് കൈ വെച്ച് നന്നായിട്ടൊന്ന് ഞെരടിയെടുക്കാം. അപ്പോൾ ആ ഒരു തൊലിയിൽ നിന്ന് നമുക്ക് നന്നായിട്ട് തന്നെ അതിൻ്റെ ആ ഒരു പൾപ്പ് കിട്ടും. അപ്പോൾ അത് ഈ ഒരു മാമ്പഴത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പാത്രം ചെറുതായതുകൊണ്ട് പാത്രം ഒന്ന് എക്സ്ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കാന്താരിമുളകാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്, ഒരു 4-5 എണ്ണം. അപ്പം പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2 എണ്ണം കീറിയിട്ട് കൊടുത്താൽ മതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് മൂടി വെച്ച് നമുക്കിതൊന്ന് കുക്ക് ചെയ്യാനായിട്ട് വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് 2 പിടി തേങ്ങയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് നല്ല കട്ട തൈരും കൂടെ ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മാമ്പഴം ഒന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 സൈഡും നല്ലതായിട്ടൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട്. ഈ സമയം കൊണ്ട് ഞാൻ ശർക്കരപ്പാനിയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ അച്ച് ശർക്കരയാണ് കേട്ടോ ഞാൻ ഒരുക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മാമ്പഴം നല്ല മധുരമുള്ളതാണ്. അപ്പോൾ അത്രയും മതി. മധുരം കുറവുള്ള മാമ്പഴമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1.5 അച്ച് ശർക്കരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതായിട്ട് കുക്കായി വരണം. മാമ്പഴം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കളറായി മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ഒരു അരപ്പ് ചേർത്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് ഫ്ലെയിം വളരെ കുറച്ച് വെക്കണം കേട്ടോ. എന്നിട്ട് വേണം അത് ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചിലർ തേങ്ങ അരക്കുന്ന സമയത്ത് ചെറിയ ജീരകം ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെറിയ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഏതായാലും ഇനി നമുക്കിതൊരു വറവിടാനായിട്ട് ഞാനിവിടെ നെയ്യാണ് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ എടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അത് ഈ ഒരു മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് മൂടി വെക്കുക. ഈ ഒരു ഫ്ലേവർ കംപ്ലീറ്റ് ഇതിനകത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല കുറുകിയ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. താങ്ക്